ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വയം പര്യാപ്തമാവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വിഷമില്ലാത്ത പച്ചക്കറികളും പഴങ്ങളും കഴിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇറങ്ങിയാൽ കൃഷി വിജയിക്കുമോ എന്ന സംശയത്തിൽ പിന്തിരിഞ്ഞു നിൽക്കുന്നവരുമുണ്ട്. എന്നാൽ കൂട്ടായ്മയായി അത് ചെയ്യുമ്പോൾ അതിനോടുള്ള താല്പര്യം കൂടും, നമ്മുടെ അധ്വാനം കുറയും. അത്തരത്തിൽ ആ താല്പര്യത്തോടു കൂടി കൃഷി ചെയ്യുന്നവർ ഒട്ടേറെയുണ്ട്. അത്തരത്തിൽ ചെറുതാഴം ശ്രീസ്ത ഹരിത സംഘത്തിന്റെ നേന്ത്രവാഴ കൃഷിത്തോട്ടത്തിലാണ് ഇന്ന് ഭൂമിക എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. കാലാകാലങ്ങളായി കൃഷി ഇറക്കുന്ന സ്ഥലത്ത് വീണ്ടും കൃഷി ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് ഒരു പൊതുവെ കാഴ്ചപ്പാട്. എങ്കിലും ഇവർ ഈ സംഘം ചെയ്യുന്നത് എല്ലാ തരിശുഭൂമികളിലും മാത്രമാണ് കൃഷി ചെയ്തു വരുന്നത്. ഇപ്പോൾ ഇതിനെ കുണ്ടംകുഴി മൊട്ടക്കുന്ന് എന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇതൊരു കാട് പിടിച്ചൊരു കുന്നു പ്രദേശമായിരുന്നു. അത് വെട്ടിത്തെളിച്ച് മനോഹരമാക്കി JCBയുടെ സഹായത്തോടെ ഇന്ന് ഏകദേശം 1000-ഓളം വാഴകൾ ഇവിടെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നല്ല വിളവും നേടാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് ജൂൺ മാസത്തോടെയാണ് നമ്മൾ ഈ വാഴക്കൃഷിയുടെ ആരംഭം കുറിച്ചിട്ടുള്ളത്. എന്നാൽ നിലമൊരുക്കുക തന്നെ JCB കൊണ്ടുവന്നിട്ടാണ് നിലമൊരുക്കി അതിൻ്റെ തയ്യാറെടുപ്പായിട്ട് വന്നത്. ഏതാണ്ട് ജൂൺ മാസത്തോടെയാണ്. മാസം കഴിഞ്ഞ് ആഗസ്റ്റ് മാസം 22-ാം തീയതി 2023 ആഗസ്റ്റ് 22-ന് ഞങ്ങളിവിടെ ഈ വാഴ നടീൽ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നടീൽ ഉദ്ഘാടനം ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാനുള്ള പ്രവർത്തനങ്ങൾ വാഴ നമ്മുടെ ഒരു തടത്തിൽ 2 വാഴക്കന്നുകളാണ് വെച്ചത്. ആ വാഴ വളർത്തിയതിന് നമ്മൾ തീർത്തും ജൈവവളമാണ്. ഞങ്ങൾ ആദ്യം നിലമൊരുക്കി കുഴിയെടുത്തു. അതിൽ ഡോളോമേറ്റ് ചേർത്ത് വെച്ചു. അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങൾ 4-5 ദിവസങ്ങൾക്ക് ശേഷം അതിൽ ജൈവവളമായിട്ട് നമ്മൾ കോഴിവളമാണ് ഉപയോഗിച്ചത്. കോഴിവളം ഉപയോഗിച്ചു. പിന്നീട് രാസവളം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ തോതിൽ രാസവളം, യൂറിയ, പൊട്ടാഷ്, രാജ്ഫോസ് അത് മിക്സ് ചെയ്തിട്ട് ആ വളം കൊടുത്തു. വാഴ ഏതാണ്ട് വളർന്നു വന്നതിൻ്റെ അടിയിൽ നമ്മൾ ഇടവിളയായിട്ട് പച്ചക്കറി നടത്തിയിട്ടുണ്ട്. പച്ചക്കറി നമ്മൾ പിന്നെ പയറ്, വെള്ളരി, ഇളവൻ, കുമ്പളം, കക്കിരിയൊക്കെ നടത്തിയിട്ടുണ്ട്. മോശമല്ലാത്ത വിളവ് നമുക്ക് ആ ഇടവളിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. വിളവെടുപ്പ് നമ്മുടെ MLA വിജിനാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ നിലമൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ശക്തമായിട്ടുള്ള വെയിൽ, കാരണം പന്നി വിഹാരം നടത്തുന്ന സ്ഥലമാണ് ഈ സ്ഥലം. അങ്ങനെ നമ്മുടെ നാട്ട ഇട്ട് അതിൽ 3 ലൈൻ കമ്പി വലിച്ചു കെട്ടി, അതിന് പുറമെ കടൽ വല, കുളച്ചൽക്കാര വല എന്ന വളരെ ശക്തമായ വല കൊണ്ട് കവർ ചെയ്തിട്ടാണ്. അതുകൂടാതെ അതിന് വേലി നമ്മളെല്ലാ അംഗങ്ങളും സാരി കളക്ട് ചെയ്ത് ആ സാരിയും കെട്ടിയിട്ടാണ് വേലി ബന്ദോബസ്താക്കിയത്. അങ്ങനെ പന്നി ശല്യം നമുക്ക് ഏതാണ്ട് അതിനെ തടയാൻ വേണ്ടി സാധിച്ചു. പക്ഷേ എന്നാലും മുള്ളംപന്നീൻ്റെ ശല്യം നമുക്ക് തടയാൻ സാധിച്ചെന്ന് പറയും. കാരണം നമ്മൾ ഏതാണ്ട് ഈ വെള്ളരിയൊക്കെ ഏതാണ്ട് വിളവെടുത്ത് ഇളവൻ ലാസ്റ്റിനുണ്ടായത്. ഇളവനുണ്ടായ സമയത്ത് നമ്മൾക്ക് ഏതാണ്ട് 1 കിൻഡലോളം ഇളവൻ ഈ മുള്ളംപന്നി കടിച്ചിന്. മുള്ളംപന്നി എങ്ങനെ വരും? ഞങ്ങളുടെ ഈ കളർ വലയൊക്കെ മുറിച്ചിട്ട് കമ്പിയുടെ ഇടയ്ക്കുള്ള നൂന്ന് കയറിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഹരിത സംഘം ഇവിടെ രൂപീകരിക്കുവാൻ ഉണ്ടായ സാഹചര്യം ഒന്ന്, നമ്മുടെ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുത്തുക. നമ്മുടെ സർക്കാരിൻ്റെ ലക്ഷ്യമാണ് കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുത്തി നാടിന് നന്മ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ നമ്മുടെ ഉദ്ദേശം കാർഷിക വിളവ് ഉണ്ടാക്കുന്നതിന് ഉപരിയായിട്ട് ഞങ്ങൾക്ക് ചില 1-2 ഉദ്ദേശങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇത്
എല്ലാവർക്കും വേസ്റ്റ് തള്ളാനുള്ള ഒരു ഇടമായിട്ട് മാറിയ ഒരു കാട്ടുപ്രദേശമായിരുന്നു ഇവിടെ. അപ്പോൾ അതിൽ നമുക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സൂചിപ്പിക്കുന്ന ഇവിടെ നമ്മുടെ കുട്ടികൾ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ചെറിയ പിഞ്ചു പ്രീ പ്രൈമറി അടങ്ങുന്ന വിദ്യാർത്ഥികൾ പോകുന്ന ഒരു റോഡാണിത്. എല്ലാവർക്കും സ്കൂൾ വാഹനത്തിൽ പോകാൻ വേണ്ടി സാധിക്കില്ല. ഒറ്റക്കൊറ്റക്ക് പോകുന്ന കുട്ടികളൊക്കെ ഇവിടുന്ന് ഭയത്തോടു കൂടിയാണ് പോവുക, ഓടിയിട്ടൊക്കെയാണ് പോവുക. അത് വയലേശം പിന്നെ അവർക്ക് പോവുക. ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അതിൽ നമുക്ക് കാർഷിക മേഖലയും നമുക്ക് ലക്ഷ്യമുണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്യം ഏതാണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. വാഴ ഏതാണ്ട് 1000-ഓളം വാഴ, പുൽച്ചെടിക്ക് സമാനമായിട്ടുള്ള ടിഷ്യൂ കൾച്ചർ വാഴ കരിമ്പ ഫാമിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ വാഴ നട്ടിട്ടുള്ളത്. ഏകദേശം എത്ര വാഴത്തൈകൾ ഉണ്ടാവും? വാഴ ഏകദേശം 1000-ത്തിനടുത്ത് വാഴക്കുന്നു. 1000-ത്തിനടുത്തോളം വാഴ ഇതിലുണ്ട്. അത് ഏതാണ്ട് ഞങ്ങൾ പകുതിയിൽ കുറവായിട്ട് ഇപ്പോൾ ഞങ്ങൾ വിളവ് എടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള വിളവിന് തയ്യാറായി വരുന്നു. ചില വാഴ കൊലച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണ് അതിനെ പറ്റി ഉള്ളത്. 10 അംഗങ്ങളാണ്. ചെറുതാഴം പഞ്ചായത്തിൽ ശ്രീസ്ഥാ വെസ്റ്റ് എന്ന പ്രദേശത്തിലെ 10 ആൾ കൂടെ ചേർന്ന് തുടങ്ങിയതാണ് ശ്രീസ്ഥാ ഹരിത സംഘം. കാർഷിക മേഖലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നൊരു ആലോചനയുടെ ഭാഗമായാണ് നമ്മൾ തുടങ്ങിയത്. 10 പേരുള്ളത്. ഒന്ന് എൻ്റെ പേര് ലക്ഷ്മണെന്ന്, പിന്നെ വിഷ്ണു നമ്പൂതിരി, PV ബാലകൃഷ്ണൻ, PV ശ്രീധരൻ, EV രാജേന്ദ്രൻ, PV ചന്ദ്രശേഖരൻ, OV സുരേന്ദ്രൻ, TV പ്രഭാകരൻ, TV ദേവി, RK സത്യഭാമ. ഇങ്ങനെ 10 പേരെ, 2 സ്ത്രീകളും 8 പുരുഷന്മാരും അടങ്ങിയ സംഘമായത്. നമ്മളിങ്ങനെ തുടങ്ങാൻ കാരണം നമ്മളൊക്കെ മറ്റ് പിന്നെ കർഷക സംഘത്തിൻ്റെയും മറ്റ് പരിപാടികളൊക്കെ പോകുന്നവരാണ്. അവിടെയൊക്കെ നമുക്കൊരു ഉത്ബോധനമുണ്ട്. നമ്മൾ ഈ പോയാൽ കാർഷിക മേഖല എന്തും ചെയ്യണം എന്നുള്ള ഒരു ഉത്ബോധനം കിട്ടുമ്പോൾ നമുക്കെന്താ ചെയ്യണം എന്നുള്ള ഒരു ആലോചന ഭാഗമായി നമ്മൾ തുടങ്ങിയത്. നമ്മൾ പലപ്പോഴും നമുക്കറിയാം പല പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ട് തന്നെ വിഷം പുരട്ടിയ പച്ചക്കറി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്ക് രോഗം വരും. അതേ ജനങ്ങൾ തന്നെ പച്ചക്കറിക്കും പൈസ കൊടുക്കുന്നു, മരുന്നിനും പൈസ കൊടുക്കുന്നു. അപ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കും. ആ സമയത്താണ് ഞങ്ങളിവിടെ ഈ പരിസരത്ത് പിന്നെ മാലിന്യം കൊണ്ട് തള്ളുന്നൊരു വിഷയം വന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വിഷയം മാലിന്യം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ പോയി നിങ്ങളൊരു പരിഹാരം കണ്ടെത്തണമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ സ്വമേധയെ ഒന്ന് കൃഷിയാണ് ചെയ്ത് നോക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അയാൾ പറയുമ്പോൾ നമുക്കൊരു പ്രചോദനമായി. അങ്ങനെ നമ്മളെ കൃഷി തുടങ്ങാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഇതും കൂടെ ആകുമ്പോൾ ഈ സ്ഥലം തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ പിന്തുണയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാധ്യമങ്ങളായാലും പഞ്ചായത്തിൻ്റെ ആയാലും സർക്കാരിൻ്റെ ആയാലും ബാക്കി നാട്ടുകാരൊക്കെ നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിപണനം ഒരു വിഷയമായിരുന്നില്ല. സാധാരണ ഉൽപ്പാദകർക്കുണ്ടാകുന്ന വിഷയം എന്ന് വെച്ചാൽ ഈ ഉൽപ്പന്നം കൊണ്ട് നമ്മൾ നടക്കണം വട വെച്ചിട്ട്. ആ ഒരു വിഷയം ഇവിടെ ഇല്ല. മിക്കവാറും യഥാർത്ഥ ഗുണഭോക്താക്കൾ ഇവിടെ സാധനം മേടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിവിടെ ഒരാളും പിന്നെ അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും യോജിച്ചുകൊണ്ട് പോകുന്ന സംഘമാണിത്. അതുകൂടെ നിലനിന്ന് പോകുന്നത്. അത് എല്ലാവരും ഒരാൾക്ക് വരാൻ അസൗകര്യം ഉണ്ടെങ്കിൽ അത് മറ്റൊരു ഉൾക്കൊണ്ട് അത് ചെയ്യും. പിന്നെ ഒരു മെമ്പർമാരും മറ്റ് പണിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒരു തടസ്സവുമില്ല. അവർക്ക് അവരെ പണിക്ക് പോവാം. മറ്റ് കൂലിപ്പണിക്ക് പോകുന്നവർക്ക് ഇതുകൊണ്ട് വന്ന് ജീവിക്കാനാവില്ലല്ലോ. അപ്പോൾ അവരവരെ പണിയെടുത്തുകൊണ്ട് മറ്റ് സമയങ്ങളിൽ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ പങ്കെടുത്താൽ മതി. ഞങ്ങൾ ആദ്യം പുൽകൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു, ഞാനും ബാലകൃഷ്ണനും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും ഈ പ്രഭാകരൻ എന്ന് പറഞ്ഞാലും ഇവിടെ മഞ്ഞക്കൃഷി ചെയ്തു കുറച്ച് അവിടെ എവിടെയെല്ലാം. പിന്നെയാണ് ഞങ്ങൾ 10 പേരും കൂടെ കൂടി തീരുമാനിച്ചു ഇത് കാട് വയക്കാം. കാട് വയക്കി കരിമ്പത്തുനിന്ന് വാഴക്കന്ന് കിട്ടി, JCB വന്ന് മണ്ണൊരുക്കി, അങ്ങനെ വാഴ നട്ടു. വാഴേൻ്റെ ഇടയിൽ ഞങ്ങൾ വെള്ളരി നട്ടു. അത് നന്നായി കിട്ടി.
കക്കിരി കിട്ടി, പിന്നെ പയറ് കിട്ടി. ഞങ്ങളുടെ എക്സ്പെക്റ്റേഷനേക്കാളും കൂടുതൽ തന്നെ എല്ലാ വിളകളും വിളവ് കിട്ടും. ഇപ്പോൾ നേന്ത്രക്കായ തന്നെ ഒരു ശരാശരിയിൽ മേലെയുള്ള തോപ്പുള്ള വിലകൾ ഇവിടുന്ന് പോയിട്ടുണ്ട്, ഞങ്ങൾ പറയുന്ന വില. അപ്പോൾ എല്ലാവരും ഇവർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാവരും ഒരേമാതിരി ആകുന്ന പണി ആകുന്നത് പോലെ. ഇതിപ്പോ ഏകദേശം എത്ര സ്ഥലം ഉണ്ടാവും ഈ വാഴ കൃഷി? 1.5 ഏക്കർ ഉണ്ടാവും. ഇത് ഒന്നാമത് ഇതൊരു പാറപ്രദേശം പോലുള്ളൊരു ചരല് കൂടുതലുള്ള ഒരു പ്രദേശമല്ലേ അല്ലേ? അപ്പൊ ഇവിടെ കൃഷി ഇറക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം? ഉണ്ടായിരുന്നു. ഈ ഇതൊന്നുമല്ല, ഇവിടെ വെറും കുറ്റിക്കാടായിരുന്നു. അക്കേഷ്യ, മറ്റ് മുൾച്ചെടികൾ, ഇതൊക്കെയായിരുന്നു ഇവിടെ. JCB വന്ന് കുന്തി മാറ്റി ഞങ്ങൾ ഇവരെല്ലാം കഷ്ടപ്പെട്ട് എല്ലാം അവിടെ ഇവിടെ എല്ലാം കളഞ്ഞ് കുറേ ഉന്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. ഇത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും, ഭഗീരഥ പ്രയത്നം തന്നെ ചെയ്തത്. ഇനി ഈ വാഴ കൃഷിക്ക് ശേഷം ഏത് കൃഷി ചെയ്യാനാണ് ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ അത് ഡിപ്പെൻസ്. കാരണം ഇത് കഴിഞ്ഞ് ഒരു ജനറേഷൻ കൂടെ വരും, അത് കഴിഞ്ഞ് ഒരു ജനറേഷൻ റീപ്ലാന്റ് ചെയ്യും. അപ്പോൾ 12, 24, 36 മാസം എന്തായാലും ഞങ്ങളിത് വാഴ കൃഷി തന്നെ തുടരാനാണ് അതാണ് സാധ്യത. ഇപ്പോൾ എന്തായാലും വാഴ ഇത്രയും ഉയർന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് മറ്റ് ഇടകൃഷികളൊന്നും ചെയ്യാൻ പറ്റില്ല. വെയിൽ കിട്ടേണ്ടൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ലേ? സൂര്യപ്രകാശം. ഇതിപ്പോ മഴക്കാലമായി, അപ്പോ വെള്ളത്തിനും വാഴകൾക്ക് വെള്ളത്തിന്റെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല. പക്ഷേ മറ്റ് സമയങ്ങളിൽ എങ്ങനെയാ വാഴക്ക് ജലസേചനം നടത്തുന്നത്? ജലസേചനം എന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല വേനൽക്കാലത്താണ് ഈ സംരംഭം തുടങ്ങിയത്. വേനൽക്കാലത്ത് ആഗസ്റ്റ് മാസത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ ഇത് ഉയർന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് കിണറോ കുളമോ അങ്ങനെ യാതൊരു സൗകര്യവും ഇല്ല. അപ്പോൾ ഇതിനടുത്തുള്ളൊരു വീട്ടുകാരുടെ നമ്മൾ ഒരു സംഘത്തിൽപ്പെട്ട ആൾ തന്നെ അയാളെ വീട്ടിൽ നിന്നാണ് കുഴൽക്കിണർ വഴിയാണ്. ഇപ്പോൾ ഒരു 150-200 മീറ്റർ ദൂരെയാണ് കുഴൽക്കിണർ. അവിടുന്ന് മോട്ടർ വെച്ചിട്ട് വെള്ളം അടിച്ച് ഈ ഇത്രയും ഉയരത്തിൽ ഇവിടെ കൊണ്ടുവന്നു 2 ടാങ്കുകളിൽ നിറച്ച് അതിലൊരു മോട്ടർ അഡീഷണൽ ആയിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ജലസേചനം നടത്തുന്നത്. അപ്പം അത്രയും ബുദ്ധിമുട്ടിലാണ് ഈ കാര്യങ്ങൾ. ഇവിടെ വേറെ കിണറില്ല, വേറെ കുളമോ അങ്ങനെ യാതൊരു സൗകര്യങ്ങളും ഇല്ല. അത്രയൊരു ഘട്ടത്തിൽ കൂടി ഇവിടെ അത്രയും കൂടി ഇത് സംരംഭമാണ് നമ്മളിവിടെ തുടങ്ങി വെച്ചത്. പഞ്ചായത്ത് 2 ടാങ്ക് നമുക്ക് സൗജന്യമായിട്ട് തന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജലസേചനം നടത്തുന്നു. പറയുമ്പോൾ ദിവസങ്ങളിൽ ഒരു പ്രാവശ്യം മാത്രമായിട്ടാണോ? അല്ല, ഞങ്ങൾ പകുതി ഒരു ദിവസം അടിക്കും, പകുതി ഭാഗം അടുത്ത ദിവസം അടിക്കും. ഇതായിട്ട് ഒന്നിടപെട്ടിട്ട് അത് വെള്ളം ചരല് മണ്ണായതുകൊണ്ട് തന്നെ ഈർപ്പത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈർപ്പത്തിന്റെ പ്രശ്നമില്ല, അങ്ങനെ വലിങ്ങനെ ഇല്ല. നമ്മള് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഉണങ്ങിയിട്ടില്ല അധികം. ഇല്ല അല്ലേ? കുറവായി. വാഴത്തടത്തിൽ നമ്മൾ വള്ളരി കൃഷി ആദ്യം തുടങ്ങി. അതിൻ്റെ ഇടവേളയായിട്ട് നമുക്ക് പറഞ്ഞാൽ അതുപോലെ തന്നെ വേലിത്തടത്തിലേക്കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പയറ്, കക്കിരി അതുപോലത്തെ കൃഷികളെല്ലാം നമ്മൾ ചെയ്ത് ഇങ്ങനെ വന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ മത്തൻ, കുമ്പളം അങ്ങനെയും ചെയ്തു. ഇതെല്ലാം നമുക്ക് വൻ മാർക്കറ്റിംഗ് എന്നെ പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ പറയുന്ന പൈസക്ക് ഇവിടെ മേടിക്കാൻ ആളുണ്ടായിരുന്നു. നമ്മൾ കടയെ കൊണ്ട് കൊടുത്താൽ ആ പൈസക്ക് മേടിക്കാൻ ആളുണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതിനുശേഷമാണ് നമ്മൾ വേറെ സ്ഥലം കണ്ടെത്തി നമ്മൾ അവിടെയും ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നമുക്ക് മാന്യമായ അത്രയും നല്ല ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില തരാൻ ആൾക്കാരുണ്ട്, മേടിക്കാൻ ആൾക്കാരുണ്ട്. നമ്മൾ പറയുന്ന പൈസ എന്നല്ല, മേടിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്, റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടേ ഇരിക്കുന്നത്.
നമ്മളിങ്ങനെ ഈ കൃഷി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓരോ പച്ചക്കറി നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുമെന്ന്. അതുപോലെ നെൽകൃഷി, ഇപ്പോൾ അടുത്ത കുറുന്തോട്ടി കൃഷി പറയുന്നു, ഇതേപോലത്തെ എല്ലാ കൃഷികളും ഇനി വീണ്ടും പച്ചക്കറി കൃഷിയിലൊക്കെ നമ്മൾ പറഞ്ഞ് ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. ഇവരെ കൂട്ടത്തിൽ നമ്മൾ കൂടുമ്പോൾ ഞാൻ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പണിയെടുത്തിട്ട് പോയാലും പോരെന്ന് വെച്ച് നിൽക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊപ്പം ചേർന്നിട്ട് ഈ കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് മാത്രം വന്ന ഇതാണ്. തുടക്കത്തിൽ ഒരു ദിവസം എനിക്ക് താല്പര്യമില്ലെങ്കിൽ അടുത്ത ദിവസം എനിക്ക് താല്പര്യം വന്ന് ഞാൻ കൂടി. അത്ര രാവിലെ 5 മണിക്ക് വന്നിട്ട് 5 മണിക്ക് വന്നിട്ട് ടോർച്ച് അടിച്ചിട്ടുള്ള 4:30 വന്നിട്ട് വെള്ളം വയ്ക്കുന്ന ആളുണ്ട്. ഞാൻ 5 മണിക്ക് വന്നിട്ട് വയ്ക്കും ഈ തോട്ടത്തിൽ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും പോലും അതുപോലെ ഒഴിച്ചുകൊണ്ടിരുന്നിട്ട് അങ്ങനെ നമ്മൾ കൊണ്ടു നടന്നുകൊണ്ടിരിക്കും. നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഷിഫ്റ്റുകാർ വരുന്നു, അവർ വരുന്നു, ആർക്കൊന്നുമില്ല. ഓരോരാൾക്ക് അതേപോലെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിയായിരുന്നു ഇത്. ഇപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ താല്പര്യമില്ലാതെ വീട്ടിലുള്ള കൃഷിയിലുണ്ടെങ്കിലും അതിനൊന്നും മെനക്കെട്ടില്ലാതെ നമുക്ക് പറഞ്ഞാൽ ഇതിപ്പോ ഒരു താല്പര്യത്തോടെ ഇതിപ്പോ വാഴക്ക് തടവെടുക്കലും കാര്യങ്ങളും കുഴിയെടുക്കലും ഒക്കെ നിങ്ങൾ പണിക്കാരെ വെച്ച് ചെയ്യിച്ചതാണോ അതോ ഇതില് കുഴിയെടുക്കൽ മാത്രമേ നമ്മൾ JCB വെച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മളെ അധ്വാനമാണ്. ബാക്കിയെല്ലാം അതിനെ വൃത്തിയാക്കൽ, അതിന് വളമിടലും മറ്റേ കളച്ച് അതിനെ എല്ലാം മറിക്കുക എല്ലാം ചെയ്യുന്നതെല്ലാം നമ്മൾ തന്നെ 10 ആള് നമ്മളെ വീട്ടുകാരും അടക്കം വന്നിട്ട് കുഞ്ഞു മക്കളടക്കം വന്നിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു. ഇതിപ്പോ ടിഷ്യൂ കൾച്ചർ വാഴയിനല്ലേ അല്ലെ നേന്ത്രം വാഴ? അതിപ്പോ അതിന്റെ വളത്തിന്റെ കാര്യങ്ങൾ നടുന്നത് മുതലുള്ള വളപ്രയോഗങ്ങൾ എങ്ങനെയാണ്? ഇത് ആദ്യം നമ്മള് JCB കുഴി എടുത്തതിന് ശേഷം 1 കിലോ കുമ്മായം എല്ലാം ഓരോ കുഴിയിലും ഇട്ടിട്ട് ആദ്യം മിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം 5 കിലോ കോഴിവളം അതിട്ട് മിക്സ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഓഗസ്റ്റ് 21 തൈ നട്ട് നടാൻ തുടങ്ങി. ഒരു ദിവസം തന്നെ നട്ട് തീർത്തി. മൊത്തം ഞങ്ങൾ എല്ലാവരും 10 ആളുകളുണ്ട്. എല്ലാവരും കൂടെ ഒരു ദിവസം കൊണ്ട് നട്ട് തീർന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇതിൽ വെള്ളരി നട്ടു. ഇതിൻ്റെ എല്ലാ തടത്തിലും 3 വെള്ളരി തൈ നട്ടു. അത് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നട്ടു. ഈ ടിഷ്യൂ കൾച്ചർ ചെറിയ വാഴയാണല്ലോ, അതിന് ശേഷം നട്ടു. അത് അതിനൊരാഴ്ച കഴിഞ്ഞ ശേഷം അതിന് വളം കൊടുത്തു. അതിന് ആദ്യം യൂറിയ, പൊട്ടാഷ്യം, ഡാലിഫോസും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് കൊടുത്തു. മറ്റേ ഈ വാഴക്ക് ആദ്യം ഒന്നും വളമൊന്നും കൊടുത്തില്ല, വേറെ വളമൊന്നും കൊടുത്തില്ല, വെറും കോഴി വളം മാത്രമേ കൊടുത്തുള്ളൂ. അതിന് ശേഷം 1 മാസം കഴിഞ്ഞ് കൃത്യം 1 മാസം കഴിഞ്ഞിട്ട് ഈ വാഴക്ക് 200 ഗ്രാം യൂറിയ, അതുപോലെ തന്നെ 400 ഗ്രാം രാജ്ഫോസ്, 200 ഗ്രാം പൊട്ടാഷ്യം ഇത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വെള്ളം നനച്ച് അതിനുശേഷം പിന്നെ മഴയില്ലാത്തതുകൊണ്ട് വെള്ളം നനക്കേണ്ടി വന്നു. വേനൽക്കാലമല്ല, അന്നേരം മഴക്കാലം തന്നെയായിരുന്നു. ഇക്കൊല്ലം തീരെ മഴ ഉണ്ടായില്ല. അതുകൊണ്ട് വെള്ളം നനക്കേണ്ടി വന്നു. വെള്ളം താഴ്ന്നുകൊണ്ട് ഒരു പൈപ്പിലേക്ക് കൂടെ കൊണ്ടുവരുന്ന വെള്ളം നനക്കുന്നു. പിന്നെ അതിനുശേഷം ഇത് ഓരോ മാസവും ഈ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ വളം കിട്ടും. അപ്പോൾ അത് ഈ രാജ്ഫോസ് 2 പ്രാവശ്യം മാത്രമേ ഇട്ടുള്ളൂ. യൂറിയ, പൊട്ടാഷ്യം 6 പ്രാവശ്യമായിട്ട് കിട്ടും. ഇത് ഒരു വാഴയ്ക്ക് 100 ഗ്രാം വീതം. അപ്പോൾ ഓരോ കുഴിയിൽ 200 ഗ്രാം വീതം കിട്ടും. ഇതിപ്പോ ഈ വാഴകളൊക്കെ ഏകദേശം എത്ര മാസം പ്രായമായതായി? ഇതിപ്പോ ആഗസ്റ്റ് 21 നട്ടത്. ആഗസ്റ്റ് 21 നട്ടാണ്. വിളവെടുപ്പ് സമയം ഏകദേശം? വിളവെടുപ്പ് നമ്മൾ ഇപ്രാവശ്യം നേരത്തെ തുടങ്ങി. ഈ മെയ് 21 ഇത് വിളവെടുപ്പ് ഉത്സവം നടത്തിയത്. രാജേഷാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ അതിന് മുന്നേ തന്നെ ഓരോന്നായി കൊത്താൻ തുടങ്ങിയിരുന്നു. അതെ. ഇവിടെ ഇപ്പോ സാധാരണ ഒരു വാഴത്തോട്ടത്ത് പോയാല് നമ്മളെല്ലാവർക്കും കാണും ഇങ്ങനെ കച്ചറ വല്ലാണ്ട് പ്രാണി. എല്ലാ ദിവസവും നമ്മൾ വൃത്തിയാക്കും. എല്ലാ ദിവസവും വന്ന് കൈയെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കും. ഇപ്പൊ 2 ദിവസം ഇവിടെ അത് വരാത്തോണ്ടാണ് കുറച്ച് ബാക്കി. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇതൊക്കെ മുറിച്ചുകളയും. കൂട്ടിയിട്ട് ഇതിൽ ബിവേരിയ എന്ന് പറഞ്ഞിട്ട് കീടനാശിനി ഇടും. ബിവേരിയ അതെന്ന് പറഞ്ഞാൽ ഈ തടവരപ്പുമ്പോഴും ഉണ്ടാകുന്നതാണ്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ മിത്രകീടം.
അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും അതിന് തന്നെ ഈ ഓരോ കൂട്ടുകാരുടെ അകത്തും ഞാൻ കുറച്ച് ഇത് ഇടക്കിടക്ക് ഇടും. അപ്പൊ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളും വിവരങ്ങളൊക്കെ എവിടുന്ന ഇതൊക്കെ കൃഷിഭവൻ നമുക്കുള്ള നിർദ്ദേശങ്ങളും ക്ലാസ്സിലൊക്കെ പോയിട്ടുള്ള അറിവൊക്കെ ആയിട്ട് പിന്നെ നമ്മുടേതായുള്ള അറിവുണ്ടല്ലോ. നമ്മള് കുറച്ച് നാട്ടിലെ കൃഷി നടത്തുന്നവരാണ്, അങ്ങനെയുള്ള അറിവും കൂടി ആണ്. അപ്പൊ കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായങ്ങളും ഉണ്ട്. അതുപോലെ പഞ്ചായത്തും എല്ലാ സബ്സിഡി ഒക്കെ കിട്ടിയിട്ടുണ്ട്. സബ്സിഡി കാര്യമായിട്ട് കിട്ടിയില്ല. സബ്സിഡി എന്ന് പറഞ്ഞാൽ ഇത് വാഴക്ക് 8 രൂപയും പൈസ കിട്ടിയിട്ടുണ്ട്. ഒരു വാഴക്ക് 8 രൂപ അല്ല, ഒരു 10 രൂപയും പൈസ മാത്രമേ കിട്ടി ഒരു വാഴക്ക്. പണ്ട് വലിയ പൈസ സബ്സിഡി കൊടുക്കാനുണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. ഇല്ല അല്ലെ. പക്ഷെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ സഹായവും അവർ ചെയ്തിരുന്നു. സന്ദർശിക്കലും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഒക്കെ വെക്കാറുണ്ട് വീടിൻ്റെ തന്നെ. അവർ വന്നിട്ട് മറ്റുള്ളവർക്ക് പുറത്തുള്ളവർക്കും ക്ലാസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോ മുള്ളംപന്നിയുടെയും മറ്റ് പന്നികളൊക്കെ ശല്യം, പാറപ്രദേശമാണ്, ചെരിഞ്ഞ പ്രദേശം, കുന്നും പ്രദേശം ഒക്കെ ആയതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാവൂലേ അല്ലെ. അതിനാണ് നമ്മൾ വേലി കെട്ടി കാണുന്നത്. വേലി കെട്ടി കമ്പി ആദ്യം കെട്ടി 3 വരി കമ്പി കെട്ടി അതിന് പുറത്ത് മറ്റേ കടലിന്റെ വല ഉണ്ടല്ലോ, അത് വാങ്ങിക്കൊണ്ടിട്ട് അതാണ് ഇങ്ങനെ പുറത്തെ വിട്ടിട്ട്. കടൽ വല എന്നുള്ള ആശയം വരാൻ കാരണം എന്താ? കടൽ വല അന്നേരം ആരോ ഇങ്ങനെ വലയിൽ ഇത് പന്നി അങ്ങനെ വല കണ്ട തിരിച്ചു പോകുന്നുള്ളൊരു ഉണ്ടായിരുന്നു. അങ്ങനെയാണത് അന്വേഷിച്ചപ്പോൾ രാജനാണ് വല സംഘടിപ്പിച്ചത്. അതെ. ആദ്യം കാട് കണ്ടിട്ട് നമ്മ പേടിച്ച് ഞാൻ പറഞ്ഞു ഞാനില്ല പിന്മാറുന്നു ഏതെല്ലാം പറഞ്ഞു. ആണുങ്ങളെല്ലാം നല്ല സപ്പോർട്ട്, നമ്മളെല്ലാവരും നമ്മിനെ നിങ്ങൾ വന്നാൽ മതി, നിങ്ങൾക്ക് കൈമ ചെയ്താൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാക്കി കാട് അങ്ങനത്തെ മലങ്കാടെല്ലാം ഉണ്ടായിനി. ഈ കുന്നമൊക്കെ കയറി ഞങ്ങൾ ആവുന്ന ചെയ്താൽ വേലിയിലെല്ലാം വെട്ടലും ആക്കലും. പിന്നെ പച്ചക്കറി ഇട്ടിട്ട് ഞങ്ങൾക്ക് നല്ല, പിന്നെ അതിന് ശേഷം നല്ല ഉത്സാഹം ഉണ്ടായി. പച്ചക്കറി വെള്ളരിയെല്ലാം ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ടായി. ഞങ്ങൾക്ക് പറിക്കാനും വിൽപ്പനാട്ടാൻ ഇത് തൂക്കാനും കൊടുക്കാനും എല്ലാം ഭയങ്കര ജോലി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായി. ആദ്യം ഞാൻ പറഞ്ഞു ഇല്ലപ്പാ ഞാനില്ലേ പറഞ്ഞോണ്ടിങ്ങനെ. തുടക്കത്തിലെ രണ്ടാളും ഇവരുടെ കൂടെ തന്നെ ആദ്യം മീറ്റിംഗ് ചേർന്നിട്ട് ആന്ന് പറയും ചെയ്തു. പിന്നെ ഇവിടെ വന്നിട്ടുള്ള കാണുമ്പോ ഈ വേലിയിലെല്ലാം പോകുമ്പോൾ ഞാൻ തിരക്കയ്യേ മുട്ടുവേദനയെല്ലാം ഉണ്ടല്ലോ, ഇവരെ നിങ്ങൾ ഒന്ന് പഠിക്കണം കയ്യിൽ നിന്ന് ചെയ്താൽ മതി. അങ്ങനെ എല്ലാ സപ്പോർട്ടും അവരൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഇതുവരെ ഇപ്പോൾ ഉത്സാഹം തന്നെ എല്ലാവരും. നമ്മൾ ഒറ്റക്കൊറ്റക്കാകുമ്പോ ഒന്നും ചെയ്യാൻ തയ്യാറാവില്ല. ഇതിപ്പോ കൂട്ടായിട്ടായോണ്ട് നല്ലൊരു സന്തോഷമാണ് നമുക്ക്, മനസ്സിനൊരു സന്തോഷമാണ്. അതുമല്ല ഞങ്ങൾ നട്ടേര് എല്ലാവരും നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്തിട്ട് പ്രശ്നം അതുകൊണ്ട് ഇവിടെ തന്നെ വന്ന് എല്ലാവരും കൊണ്ടുപോകുന്നില്ല. അപ്പൊ വിറ്റ് തന്നെ ചെയ്യരുത് എന്നാ ഇപ്പം കായ് തന്നെയല്ലേ നമുക്ക് ചിപ്പാക്കണോ എന്നാ പഠിക്കുന്നത് അങ്ങനെ പറഞ്ഞ് എല്ലാം ജോറായി ഇതുവരെ നല്ല ജോറായി പോയി. പിന്നെ കൃഷി അത് ഞാൻ പറഞ്ഞു ആ കൃഷിക്കില്ലേ എന്നെല്ലാം പറഞ്ഞു. നീ ഒരിക്കൽ മിണ്ടാണ് അങ്ങനെ ഇത്ര വരെ എന്ത് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സമയമാകുമ്പോ നമ്മ എങ്ങനെയായാലും എത്തും. അങ്ങനെ ചെറുപ്പത്തിലെ ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നു. കൃഷിയിലെല്ലാം പോകുമായിരുന്നു. പച്ചക്കറി എല്ലാം പണ്ടേ നടയുന്നുണ്ട്. ഇപ്പോൾ വീട് 10 വന്നുകൊണ്ട് ഞാൻ വീട്ടിലാകെ വെച്ചിട്ടുണ്ട് വേറെ. അതെ, അങ്ങനെ നല്ല ഇനിയിപ്പോ കൃഷിനോടുള്ളൊരു താല്പര്യം കൊണ്ട് ഇപ്പൊ മഴയും വെയിലും വകവെക്കാണ്ട് ഇവിടെ തന്നെ ആയില്ലേ കുറെ നാളുകളായിട്ട്.
നേന്ത്രവാഴക്ക് കൃഷിക്ക് ശേഷം നമ്മളിവിടെ ആദ്യം പച്ചക്കറി നട്ടു. ആ പച്ചക്കറിക്ക് ശേഷം ആണ് ഈ ഒന്നാം വിള നെൽകൃഷി നടത്തുന്നത്. ഇവിടെ ആൾക്കാർ ആരും നടത്താറില്ല. അത് ഞങ്ങളിപ്പം ലീസിനെടുത്ത് നടത്തുന്ന ഉമ വിത്താണ് ഇപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഉമ അതുപോലെ തന്നെ കുഞ്ഞ് കായ്മ, ഒരു ചെറിയ 2 കണ്ട കായ്മ വിത്തും നോക്കിയിട്ടുണ്ട്. ഇതിലത്തെ പണിയെടുക്കൾ ഈ സംഘത്തിൻ്റെ 10 ആൾക്കാരാണ് ഈ കള പറിക്കലും മറ്റേ കണ്ടം ഒരുക്കലും എല്ലാം. ആകെ പുറമേ നിന്ന് പെണ്ണുങ്ങൾ മാത്രമാണ് നാട്ടി എടുത്തിരുന്നത്. ബാക്കിയെല്ലാം ഇതിൻ്റെ പണിയെല്ലാം ഈ 10 സംഘത്തിൻ്റെ 10 പേരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷം ഇത് മൂർന്ന ശേഷം അത് പച്ചക്കറി ഇതിൻ്റെ സംരംഭം തുടങ്ങാനുള്ള ആലോചനയുണ്ട്. ഈ കുഞ്ഞുനെല്ല് എന്ന് പറയുന്നത് കായ്മ അതിപ്പോ കുറച്ചേ ആക്കിയിട്ടുള്ളൂ അല്ലേ? കുറച്ചേ ഉള്ളൂ. ഒരു സാമ്പിളിന് ഒരു എങ്ങനെ എടുത്തൊരു ലെവല് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് അടുത്ത പ്രാവശ്യം നോക്കാമെന്നുണ്ട്. ഇപ്പോഴത്തെ വിളവ് എങ്ങനെയായിരിക്കും അതിനെ ആസ്പദമാക്കിയിട്ടാണ് അത് തുറന്നു കൂടുതൽ ചെയ്യണമെന്നുള്ള തീരുമാനിക്കുന്നത്. നെൽകൃഷി ഇപ്പോൾ എത്ര ചെയ്തിട്ടുണ്ട്? ഏകദേശം എത്ര ഏക്കർ ചെയ്തിട്ടുണ്ടാവും? ഒരു 2-2.5 ഏക്കർ. 2 ഏക്കർ കൂടിയിട്ടുണ്ടാവും. ഇത് അടിയിടലും കൂടി 2 കൂടി ഉണ്ടാവും. ഇനി ഇതിൽ കൂടുതൽ ചെയ്യാനുള്ളൊരു കൂടുതൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഈ ഒരു ആദ്യമായതുകൊണ്ട് ഇതിപ്പോൾ ഇത്രേ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. വ്യാപിപ്പിക്കണമെന്നില്ല ആഗ്രഹമുണ്ട്. വെയിലും മഴയും വകവെക്കാതെ കുറെ നാളുകളായി ഈ 10 പേരും ഒരു ദിവസത്തിന്റെ പകുതി സമയം ചെലവഴിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ മനസ്സമാധാനവും കായികാധ്വാനവും അതോടൊപ്പം നല്ല വിളവും ഇവർക്ക് ഇവിടെ ലഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 1000ഓളം വാഴത്തൈകളുടെ ഇടയിലൂടെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഭൂമിക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കർഷകന്റെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ബൈ.